കർത്താവിൻ്റെ വലിയ നാമത്തിന് പിന്നെയും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണം ആണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് ആദ്യമായിട്ട് ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മതി. തൊട്ട് മുകളിലുള്ളതായിരിക്കുന്ന 2 വാക്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്തതായിരിക്കുന്ന ആ പ്രവർത്തികൾ അത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് എന്ന് കർത്താവ് പറയുകയുണ്ടായി. നാം അതിൻ്റെ മുകളിൽ കണ്ടതുപോലെ ഫിലിപ്പോസിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആ കാര്യം കർത്താവ് അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. ആ വാക്യത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ പറഞ്ഞ് നാം വായിച്ച വാക്യത്തിലേക്ക് വരാം എന്ന് കരുതുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഞാൻ ദൈവമാണ് എന്ന് അവൻ പറഞ്ഞിട്ടില്ല. തൻ്റെ ശുശ്രൂഷകളിൽ ഒന്നും തന്നെ അത് ഒരിടത്തും കർത്താവ് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ അവർക്ക് ദൈവമാണ് എന്ന് കർത്താവ് പറഞ്ഞ ഒരു സന്ദർഭം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ്, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്. അത് നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലന് ദൈവം കൊടുക്കുന്ന ആ ദർശനത്തിലാണ് യേശു ക്രിസ്തു പറയുന്നതായിട്ട് അങ്ങനെ ഒരു വാക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ 33.5 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഞാൻ ദൈവമാണ് എന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ളതല്ല. അത് നമുക്ക് വളരെ നിശ്ചയമുള്ള ഒരു കാര്യമാണ്. നാം യോഹന്നാന്റെ ലേഖനം പഠിച്ച സമയത്തും അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിലും അത് ഒന്ന് പരാമർശിച്ച് പോകേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നി. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവൻ സത്യദൈവമാണ് എന്നാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് അവനെ കുറിച്ച് പറഞ്ഞത് അവൻ മഹാദൈവമാണ് എന്നാണ്. റോമാലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നത് അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ് എന്നാണ്. അപ്പോൾ ഈ 3 വാക്യത്തിലും കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ ആരാണ്? അവൻ സത്യദൈവമാണ്, അവൻ മഹാദൈവമാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. അപ്പോൾ ആ വാക്കുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്കിൽ അത് സത്യമായ കാര്യമാണ്. അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരുന്നില്ല എങ്കിൽ ഈ പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് കർത്താവിന്റെ പ്രവൃത്തികൾ കണ്ട് സാക്ഷ്യം പറഞ്ഞ നിക്കോദിമോസ് ഉണ്ട്. സൗഖ്യം പ്രാപിച്ചതായ ആ കുരുടനും ആ നിലയിൽ പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോൾ യേശുക്രിസ്തു സത്യദൈവം തന്നെ ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഞാൻ ദൈവമെന്ന് അവൻ പറഞ്ഞില്ല. അതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ മാത്രം ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതായത് യേശുക്രിസ്തു എന്ന സത്യദൈവം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ അവിടെ ഉള്ള ഒരുവനാണ്. നമുക്കറിയാം, സർവ സൃഷ്ടിക്കും മുമ്പേ അവൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവൻ ദൈവമായി തന്നെ സ്വർഗത്തിൽ ഇരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ ആയിരിക്കാൻ കഴിയുമായിരുന്നില്ല.
അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവമായി തന്നെ ഇങ്ങോട്ട് പ്രത്യക്ഷനായിരുന്നെങ്കിലും നമുക്ക് അവനിൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആ ദൈവമായിരുന്നവൻ, ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ മുതൽ നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് അവൻ വിചാരിക്കാതെ ദാസരൂപം എടുത്തവനാണ്. തന്റെ ദൈവത്വം ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. ദൈവമായിരുന്നതായ, തന്റെ പിതാവായ ദൈവം ആയിരിക്കുന്നതായ അതേ സംജ്ഞയിൽ നിന്ന് അവൻ എന്തു ചെയ്തു? അത് താൽക്കാലികമായി എന്ന് വെച്ചാൽ ആ ദൈവരൂപം എന്നുള്ളത് വേണ്ട എന്ന് വെച്ച് അവൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതായ ഒരു കാര്യമെന്നുള്ളത്. അവൻ ദൈവമായിട്ട് തന്നെ വന്നിരുന്നുവെങ്കിൽ ദൈവത്തിന് ഒരു രൂപം ഇല്ല എന്നത് നമുക്കറിയാം. ദൈവത്തിന് സ്പർശന ശക്തിയില്ല, ദൈവത്തിന് വിശപ്പില്ല, ദൈവത്തിന് ദാഹമില്ല, ദൈവത്തിന് കഷ്ടമേൽക്കുവാനായിട്ട് കഴിയുകയില്ല, ദൈവത്തിന് ക്രൂശിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല, ദൈവത്തിന് മരിക്കാനായിട്ട് കഴിയോ? ദൈവത്തിന് ദൈവരൂപത്തിലിരിക്കെ അതൊരിക്കലും സാധ്യമല്ല. ദൈവത്തിന് വിശപ്പുള്ള ഒരു വ്യക്തിത്വമല്ല ദൈവം. വേദനയുള്ള ഒരു വ്യക്തിത്വമല്ല. വേദന എന്ന് ഞാൻ പറഞ്ഞത് ശരീരത്തിൽ നാം അനുഭവിക്കുന്നത് പോലുള്ള വേദനയുള്ള ഒരുവനല്ല നമ്മുടെ ദൈവം. അവൻ ആത്മരൂപിയായിരിക്കുന്ന ദൈവമാണ്. അവന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അവന് വെള്ളം കുടിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് അവൻ തന്റെ ദൈവത്തോടുള്ളതായിരിക്കുന്ന സമത്വം മുറുകെ, ആ തുല്യത വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവൻ ഇറങ്ങി വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന യേശു ക്രിസ്തു അവൻ സമ്പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ആരുമാണ്? അവൻ സമ്പൂർണ്ണ മനുഷ്യനുമാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്നുള്ളത്, ആ യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ വന്നതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലാണ് തനിക്ക് സ്വയമായി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല, എനിക്ക് സ്വയമായി ഒരു ഉപദേശമില്ല, എനിക്ക് സ്വന്തമായി ഒരു ആലോചനയില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത്. യേശു ക്രിസ്തുവിനെ അവൻ സമ്പൂർണ്ണ ദൈവമാണ് എന്നതിനേക്കാളും നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയേണ്ടത് അവനൊരു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന നിലയിലാണ്. ദൈവം എന്ന നിലയിൽ നാം അതിനെ അവഗണിക്കണമെന്നോ ചെറുതായി കാണണമെന്നോ അല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് വേണ്ടി ആ അദൃശ്യനായിരുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവൻ എന്തു ചെയ്തു? അവൻ അത് അവതരിച്ചു. ഇബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. അപ്പൊ നാം അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മെ രക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യത്തോടുകൂടെ യേശുക്രിസ്തു മാനുഷ്യരൂപം എടുത്ത് മനുഷ്യനായി ഇവിടെ അവതരിച്ചത് എന്നുള്ളത് നാം വളരെ നന്ദിയോടുകൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇത് ഒരു ദുരുപദേശ വിഷയമായിട്ട് മാറുവാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പലപ്പോഴും മുസ്ലിങ്ങൾ പോലും നമ്മുടെ ഇടയിലേക്ക് വന്ന് അല്ലെങ്കിൽ അനേകരെ വഞ്ചിക്കുന്നതായ ഒരു രീതി എന്ന് പറയുന്നത്, അവർ യേശുക്രിസ്തു ദൈവമല്ലേ എന്ന ചോദ്യം നിരന്തരം ഉയർത്തുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയേണ്ട കാര്യമാണ്, അവൻ ആരുമായിരുന്നു? അവൻ മനുഷ്യനുമായിരുന്നു. അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു.
മനുഷ്യൻ എന്ന നിലയിലാണ് അവൻ ദാഹമുള്ളവനായിരുന്നത്. അത് നിമിത്തമാണ് അവന് വിശന്നത്. അത് നിമിത്തമാണ് അവൻ ക്ഷീണിച്ചത്. അത് നിമിത്തമാണ് അവന്റെ മേൽ പാപം ദൈവം ചുമത്തുവാനിടയായത്. അത് നിമിത്തമാണ് പാപം ചുമന്നുകൊണ്ട് അവൻ മരിക്കാനിടയായത്. അപ്പോൾ അവൻ മനുഷ്യനായത് കൊണ്ടാണ് അവൻ ജനിച്ചത്, അവൻ ജീവിച്ചത്, അവൻ മരിച്ചത്. ആ നന്മയാണ് നാം അനുഭവിക്കുന്നത്. അത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തു ദൈവമാണ്. ആ നിലയിൽ ഞാനത് പിന്നാലെ ഒന്നുകൂടെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ആ 10-11 വാക്യങ്ങളിൽ നാം കണ്ടതുപോലെ പിതാവ് എന്നിലാണ്, ഞാൻ പിതാവിലുമാണ്, അവൻ എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ യാതൊരു അവകാശമോ അധികാരമോ ഇല്ല എന്നല്ല, മറിച്ച് താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവായിരിക്കുന്ന ദൈവം തന്നിൽ വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി അത് മാന്യമായിരിക്കുന്നതിന്റെയും ശ്രേഷ്ഠമായിരിക്കുന്നതിന്റെയും ഒരു കാരണമെന്ന് പറയുന്നത് പിതാവായ ദൈവം അവനിൽ വസിച്ച് ചെയ്തതുകൊണ്ടാണ്. അത് നമുക്ക് ഒരു മാതൃകാപരമായിരിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മുടെ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിന് കാരണമായിട്ട് തീരണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ആര് വേണം? ഈ ദൈവം വേണം. ദൈവം നമ്മിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിന് ഉതകുവാൻ കാരണമാകുകയുള്ളൂ. ആ കാര്യം ഒന്ന് ഓർത്ത് നമ്മുടെ മനസ്സിൽ ഇരിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. പ്രിയമുള്ളവരെ, നാം അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ, പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. 15-24 ഒന്ന് വായിച്ചേ. 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. അല്ല, ആ ഒരു വാക്കും വിട്ടുപോയി. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ. അവിടെ എന്താണ് പറയുന്നത്? ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഏതാണ്? മറ്റാരും അതുപോലെ ചെയ്തിട്ടില്ലെന്നാണ്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ. ഇനിയും 5-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. മറ്റാരും ചെയ്യാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത്. അത് പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്ന പ്രവൃത്തിയാണ്. പിന്നെ അടുത്ത വാക്ക് നാം വായിക്കുന്നത് 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് ലോകം അറിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം കൽപ്പിച്ചതുപോലെയാണ് ആര് പ്രവർത്തിക്കുന്നത്? കർത്താവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് അനുഷ്ഠിക്കാൻ തന്ന പ്രവൃത്തികൾ, പിതാവിന്റെ കൽപ്പന പോലെ, അതുപോലെ നാം വായിച്ചതുപോലെ പിതാവ് അനുഷ്ഠിക്കുവാൻ തന്ന പ്രവൃത്തികൾ, അതേ നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ളൂ. അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ പിതാവിന്റെ ഇഷ്ടപ്രകാരവും പിതാവിന്റെ കൽപ്പന പ്രകാരവും അവൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളുമാണ് ആര് ചെയ്തത്? കർത്താവ് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. എന്തിനാണ് ഈ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാം അവിടെ 11-ാമത്തെ വാക്യത്തിൽ വായിച്ച ഒരു വാക്കുണ്ടല്ലോ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. അതെന്താണ് നാം മനസ്സിലാക്കുന്നതെന്നറിയാമോ? കർത്താവ് പറയുകയാണ്, എന്റെ പ്രവൃത്തികളെല്ലാം ഇന്നിന്ന വിധമാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. എന്നെ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങൾ ഒന്ന് നോക്ക്. എന്നിട്ട് ആ പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ വിശ്വസിക്കണം. അപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യം, പിതാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? ആളുകൾ വിശ്വസിക്കണം, ജനങ്ങൾ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? കർത്താവിൽ വിശ്വസിക്കണം.
ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ആളുകൾ അവനിൽ വിശ്വസിക്കണം, മാനസാന്തരം ഉണ്ടാകണം. അപ്പോൾ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഇനി നാം അതിന്റെ 12-ാമത്തെ വാക്യം നാം വായിച്ചു കേട്ടല്ലോ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഈ വാക്യം ഒരുപക്ഷെ ഈ ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരു വാക്യമാണ്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. ചില പ്രത്യേക മേഖലകളിലൊക്കെ ഉള്ളതായ ആളുകൾ ഈ വാക്യം എടുത്തു വച്ചുകൊണ്ട് പറയുന്നതായ ഒരു കാര്യം, അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നതായ കാര്യം, ഇവിടെ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഒരു കൂട്ടർ വിചാരിക്കുന്നത് കർത്താവ് ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചാണ്, അടയാളങ്ങളെ കുറിച്ചാണ്, വീര്യപ്രവൃത്തികളെ കുറിച്ചാണ്. അതുകൊണ്ട് അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കും ഇത് സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതുകൊണ്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമുക്കും ചെയ്യുവാൻ കഴിയും, കാരണം നാം അവനിൽ വിശ്വസിക്കുന്നവനാണ്. എന്നിട്ട് ഒരു വാക്കുകൂടെ കർത്താവ് കടത്തി പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവർ അതിലും വലിയതും ചെയ്യും. അപ്പോൾ കർത്താവ് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകളും ഇന്ന് ധാരാളമുണ്ട്. അവർ പറയുന്ന വാക്യം ഇതാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കുകയല്ലേ, അത് നിങ്ങൾ അതിലും അധികമായിട്ട് ചെയ്യും എന്നുള്ളതായ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം അതിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം, നാം അതിന്റെ ആശയത്തെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട്, അതായത് ഇപ്പോൾ നമുക്കറിയാം, കർത്താവ് ലാസർ മരിച്ചിട്ട് എത്രാം ദിവസം എഴുന്നേൽപ്പിച്ചത്? 4-ാം ദിവസം. അപ്പോ ഒരുപക്ഷെ ഈ വാക്യം വെച്ചുകൊണ്ട് അതിൽ വലിയതും ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇനി മരിച്ചടക്കിയിട്ട് ഇനി ഒരു 40 ദിവസം കഴിഞ്ഞാലും ഉയർത്തെഴുന്നേൽപ്പിക്കാം. കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, എന്നാൽ അതിനേക്കാളും വലിയ രോഗമുള്ളവരെ കർത്താവ് അതിലും വലുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ രോഗങ്ങളെ വെച്ചും അല്ലെങ്കിൽ കർത്താവ് ചെയ്തതായ ഓരോ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടുകൊണ്ട് അതിനേക്കാൾ വലിയതും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാം ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ? അത് എതിരായി പോകും. കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അന്ന് ഞാൻ പെട്രോൾ കൊണ്ട് വീഞ്ഞാക്കി നോക്കാം. കർത്താവ് ചെയ്തതിനേക്കാളും വലിയതല്ലേ? എന്റെ ദൈവമക്കളെ, അത് തെറ്റായിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണ്, തെറ്റായിരിക്കുന്ന ഒരു വിശ്വാസമാണ് എന്നുള്ളത് നാം ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നാം ചിന്തിക്കുക, കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ എന്താണ്? കർത്താവ് ചെയ്ത പ്രവൃത്തികളുടെ ലക്ഷ്യം എന്താണ്? അത് മനസ്സിലാക്കിയാൽ ഈ കാര്യം കർത്താവ് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കർത്താവ് ചെയ്ത പ്രവൃത്തി. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലെ വാക്ക്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 22-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറയനായ യേശു. അപ്പോൾ കർത്താവിനെ കൊണ്ട് നമ്മൾ വായിച്ചത് ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ യോഹന്നാൻ സുവിശേഷം തന്നെ 21-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്ക് 31-ാമത്തെ വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഏത്?
കർത്താവ് ചെയ്തതായ അടയാളങ്ങൾ, കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതും ആ കർത്താവ് അവനെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചതിന്റെ പിന്നിലും എന്താ ലക്ഷ്യമുള്ളത്? ജനം കർത്താവിൽ വിശ്വസിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. ഇവനാണ് ഞാൻ കാണിച്ചു തന്ന പുരുഷൻ. അപ്പോൾ നമ്മുടെ കർത്താവ് ചെയ്തതായ ആ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അവന്റെ ജനനവും അവന്റെ ജീവിതവും അവന്റെ മരണവും എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അവൻ ചെയ്ത ആ പ്രവൃത്തികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. കർത്താവ് ചെയ്തതായ വീണ്ടെടുപ്പിനു വേണ്ടി, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ പാപമോചനത്തിനു വേണ്ടി തന്നിൽ കൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ നമുക്കാർക്കും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? നമുക്ക് ആർക്കും കഴിയില്ല. അതാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം തെറ്റിദ്ധരിക്കേണ്ട. കർത്താവിന് ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. അവൻ ഇന്നും അടയാളങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ എത്രയോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഓർക്കേണ്ട കാര്യം, കർത്താവ് ആ നിലയിൽ ഒരത്ഭുതം പ്രവർത്തിച്ചതും അടയാളങ്ങൾ പ്രവർത്തിച്ചതും അതിന്റെ പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യം? അതിനാൽ അനേകരുടെ വിശ്വാസവും രക്ഷയുമായിരുന്നു. കേവലം അവരുടെ മധ്യത്തിൽ ഒരു അടയാളം ചെയ്ത് തനിക്ക് പേരുണ്ടാക്കുവാനോ കുറെ പേരുടെ സൗഖ്യമോ ആയിരുന്നില്ല കർത്താവിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസത്തിൽ ആ സാജു ജോൺ സഹോദരൻ പറയുന്നത്, അദ്ദേഹമല്ല വേറൊരു ദൈവദാസൻ പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ യോഗങ്ങളിൽ അനേകർ കടന്നു വരും, അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അവര് സൗഖ്യം പ്രാപിക്കും, വിടുതലുകൾ അനുഭവിക്കും, എന്നിട്ട് അവരവരുടെ പാട്ടിന് പോകും. അതല്ല ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കാലത്തും എത്രയോ പേരെ സൗഖ്യമാക്കിയില്ലേ? ഞാൻ സൗഖ്യമാക്കിയിട്ട് 9 പേര് എവിടെയാന്ന് ചോദിച്ചത് കർത്താവ്. അപ്പോൾ ആ 10 പേരിൽ 9 പേരും തന്നെ വിട്ടുപോയി. അങ്ങനെ ധാരാളം ആളുകൾ അപ്പം തിന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിച്ചത്, അല്ലാതെ ഞാൻ രക്ഷിതാവൊന്നും ആയിട്ടല്ല എന്ന് കർത്താവ് തന്നെ അനുഗമിച്ച ആളുകളോട് പറഞ്ഞതും നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ കർത്താവ് അപ്പം കൊടുക്കുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം, ഇവിടെ കർത്താവ് ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളല്ല. അത് പറയാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യുമെന്ന് പറഞ്ഞത് കർത്താവ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ ലക്ഷ്യത്തോടുകൂടെ ചെയ്ത പ്രവൃത്തികൾ നാം ചെയ്യുമെന്നല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ വാക്യത്തെ നാം ആ നിലയിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നാം തെറ്റിപ്പോകും. ഉപദേശ പിശകുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവ് ചെയ്തതായ ആ പ്രവൃത്തികൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തന്നിൽ നിക്ഷിപ്തമാക്കിയ പ്രവൃത്തികളായിരുന്നു. അതിനാലാണ് നമ്മുടെ കർത്താവ് അതിൽ തന്നെ വ്യത്യസ്തനായിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ കത്തോലിക്കരുടെ ഇടയിലുള്ള ഒരു പഠിപ്പിക്കലാണല്ലോ ഈ സഹരക്ഷക എന്ന നിലയിൽ മറിയത്തെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ മറിയത്തിനും എന്തുണ്ട്? പാപങ്ങളെ ക്ഷമിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നാണ്. അത് നാം ഒരു കാര്യം വളരെ വ്യക്തമാക്കുക, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് അത് കർത്താവ് മാത്രമേ ഉള്ളൂ. വേറെ ഒരാളെയും അതിന് ദൈവം നിയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നിയോഗിച്ചതെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. അപ്പോൾ കർത്താവ് നമ്മെ ആരെയും ഒരാളുടെയും പാപങ്ങളെ മോചിപ്പിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. പാപമോചനത്തിന് കർത്താവിന്റെ കൂടെ കൂട്ടിനൊരാള് വേണ്ട. ഒരു വ്യക്തിയുടെ പാപം മോചിക്കുവാൻ നമുക്ക് അധികാരമില്ല. മനുഷ്യപുത്രനാണ് പാപങ്ങൾ മോചിക്കുവാൻ അധികാരമെന്ന് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിനാണ്
അതിൻ്റെ അധികാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കർത്താവ് ചെയ്തതായ ആ പ്രവൃത്തികൾ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില കാര്യം കൂടെ അപ്പൊ നാം ഇവിടെ വായിച്ചതുപോലെ, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും, വിശ്വസിക്കുന്നവർ അതിലും വലിയതും ചെയ്യും. ഞാൻ എന്റെ ധ്യാനത്തിൽ ഇങ്ങനെ ഓർത്തു, കർത്താവ് എത്ര വർഷം പരസ്യമായിരിക്കുന്ന വേല ചെയ്തു? 3.5 വർഷം. കർത്താവിന്റെ വേല ഏൽപ്പിച്ച കർത്താവിന്റെ ദാസന്മാർ എത്രയോ വർഷങ്ങൾ ആ വേല ചെയ്തു. കർത്താവ് ആ യെരുശലേമിൽ മാത്രമാണ് എന്ത് ചെയ്തത്? ആ പ്രവർത്തിച്ചത്. കുറെ എത്ര കിലോമീറ്ററുകൾ കാണുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ദാസന്മാർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു സുവിശേഷം അറിയിക്കുവാനായിട്ട്. അതുപോലെ തന്നെ കർത്താവ് എത്ര പ്രസംഗം പ്രസംഗിച്ചു? നാം ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ ചുരുക്കം ചില പ്രസംഗങ്ങളേ ഉള്ളൂ. എന്നാൽ കർത്താവിനെ കുറിച്ച് എത്രയോ നമുക്ക് എണ്ണയാൽ തീരാതെ വണ്ണമുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾ എത്രയോ ദൈവദാസന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞത് താൻ ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്യുമെന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയാണ് അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവനും അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കും ഇത് കഴിയേണ്ടതല്ലേ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതല്ല കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അറിയാം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഒരു തുടർമാനമായി നടക്കേണ്ട ഒന്നാണ് അല്ലെ? ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ച് അവസാനിച്ചിടത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തുടങ്ങണം. അതേത് പ്രവൃത്തിയായിരുന്നു? സുവിശേഷം അല്ലേ? അതാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. കർത്താവ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് നാം തുടരണം എന്ന് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മിൽ വ്യാപരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ച കാര്യം എന്താണ്? നാം ഈ കർത്താവിനെ കുറിച്ച് അനേകരോട് പറയുക എന്നുള്ള ആ വലിയ സത്യമാണ്. ഒരു തുടർച്ച നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നിങ്ങളിത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ ഭക്തന്മാരെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷയാണ്. അത് നമ്മൾ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് ഈ വാക്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം വെച്ചുകൊണ്ടാണ് അനേകര് ദുരുപദേശങ്ങൾക്ക് അടിമപ്പെട്ട് പോകുവാനായിട്ട് കാരണമാകുന്നത്. എന്നാൽ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, കർത്താവ് തന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തികളല്ല, അത് കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ അധികമായി ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞ പ്രവൃത്തി ഏതായിരിക്കും? അതാണ് നമ്മൾ ചിന്തിച്ചത്. പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് ചെയ്ത ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, നാം ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി അയച്ചത്? നാം അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലേ? പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഒരു വലിയ നിയോഗം നൽകിയാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. എന്നതുപോലെ പുത്രൻ തന്റെ ജനത്തിനും ഒരു നിയോഗം നൽകി ആണ് ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായത്. നാം 1-2 വേദഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:20. അപേക്ഷിക്കുന്നു.
അവിടെ നാം വായിച്ചത് എന്താണ്? ഞങ്ങൾ അവന്റെ സ്ഥാനാപതികളാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവ് ചെയ്തതായ ആ കാര്യത്തെ ഈ ഭൂമിയിൽ പിന്തുടരുവാൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തി തുടരുവാനായി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണെന്നാ പറഞ്ഞത്? ഞങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവന്റെ സ്ഥാനാപതികളാണ്. എന്തിനാ ഈ സ്ഥാനാപതികളായിട്ട് ദൈവം അവരെ നിയമിച്ചത്? എന്തിനാ? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണ്? ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തോട് നിരന്നുകൊള്ളുക, ദൈവത്തോട് നിരന്നുകൊള്ളുക. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നിൽ ലഭിച്ചതായ ആ നിയോഗം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, ആ നിയോഗം പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് മത്തായി സുവിശേഷം 28-19 വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഭൂലോകത്തിലൊക്കെയും പോയി സകർവ സൃഷ്ടിയോടും നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾ പ്രസംഗിക്കണം. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിവർത്തിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അത് പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പോയി പ്രസംഗിക്കണം. എന്നിട്ട് വ്യവസ്ഥ എന്താ? വിശ്വസിക്കുന്നവർ, അല്ലെ, വിശ്വസിക്കുന്നവർ, അവർക്കാണ് പ്രാധാന്യം. നിങ്ങൾ പോയി അറിയിക്കുക, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈ വലിയ നിയോഗത്തോടുകൂടെ ആ നിയോഗം ലഭിച്ചവർ പോയപ്പോൾ അവർ നാട് നീളെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ചെയ്തത്. പിന്നെയോ എന്താ ചെയ്തത്? അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. പൗലോസോട് പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു തുടർച്ചയായി ദൈവം തന്റെ ദാസന്മാരിലേക്ക് ആ വേല കൈമാറുകയാണ് ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ ഒടുവിൽ നാം വായിക്കുന്നത്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. എന്റെ വാക്ക്, അവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്റെ വാക്ക്. ആരാ ഈ വാക്ക് എവിടുന്ന കിട്ടിയത്? കർത്താവിൽ നിന്ന് കിട്ടിയതാണ്. എത്ര അധികാരത്തോടു കൂടെയാണ് ആ വാക്ക് പത്രോസ് പറയുന്നത്. അതുവരെയും ഒരു പേടിത്തൊണ്ടനായിരുന്ന പത്രോസ് അവിടെ നിന്ന് പറയുകയാണ്, എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. അതുപോലെ തന്നെ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. എന്റെ വാക്ക്, ഈ വചനം കേട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, പുത്രനായ ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരിലേക്ക് കൈമാറിയതായ ആ ജീവന്റെ വചനമാണ് അവരെന്ത് ചെയ്തത്? പ്രസംഗിച്ചത്. പത്രോസ് അവിടെ, എന്നാ നിങ്ങളെല്ലാവരും കൂടി വാ, ഞാൻ ചെറിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണിക്കാമെന്നല്ല പറഞ്ഞത്. എന്റെ വാക്ക് ശ്രദ്ധിക്കുക. കാരണം പത്രോസിലേക്കും കർത്താവ് കൈമാറിയിട്ടുള്ള ആ ജീവന്റെ വചനമാണ് അവിടെ പ്രഘോഷിക്കപ്പെടുവാൻ ഇടയായത്. ഇനി 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, അതിന്റെ ഒടുവിലത്തെ വാക്കൊന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 5-ന്റെ 19-ാമത്തെ വാക്യം. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം എന്താ? അതൊന്ന് ഉറപ്പിക്കാനാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനം, അല്ലെ? അവിടെ വായിച്ചത് എന്താണ്? ഈ നിരപ്പിന്റെ വചനം ദൈവം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാ പത്രോസും പറഞ്ഞത്, എന്റെ വാക്ക്. എന്റെ വാക്ക് എന്ന് അവിടെ പറഞ്ഞാൽ പത്രോസിന്റെ അഭിപ്രായമല്ലല്ലോ, കർത്താവ് തന്നെ ഏൽപ്പിച്ച വാക്ക്. പൗലോസ് പറയുകയാണ്, നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം 1-18 അവിടെയും പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി വേറെ ആരെങ്കിലും അറിയിച്ചാൽ,
അപ്പോൾ ആ കർത്താവ് ചെയ്തതായ ആ പ്രവൃത്തിയുടെ തുടർമാനമായി തന്റെ അപ്പോസ്തലന്മാർക്ക് കൈമാറിയ ആ പ്രവൃത്തി ഏതായിരുന്നു? ഈ സുവിശേഷം അറിയിക്കുക. ഈ സുവിശേഷം ഇത് അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം. ഇത് നിങ്ങൾ ഉപദേശിക്കണം. ഇത് അങ്ങനെ നിങ്ങൾ അനേകരെ എന്റെ ശിഷ്യന്മാരെ ആക്കിക്കൊള്ളണം. അതാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ പഠിക്കുന്ന നമുക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഈ പറഞ്ഞതായ പ്രവൃത്തി കർത്താവ് തന്റെ ശിഷ്യന്മാർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവരിലേക്ക് കൈമാറിയതായിരിക്കുന്ന ആ ശുശ്രൂഷ ഏതാണത്? ദൈവവചനം മറ്റുള്ളവരോട് അറിയിക്കുക. അത് ദൈവത്തിലേക്ക് അവരെ നിരപ്പിക്കുന്ന വചനമാണ്. അവരെ രക്ഷയിലേക്ക് നയിക്കുന്ന വചനമാണ്. അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന വചനമാണ്. ആ വചനം ഇത് നാം മറ്റുള്ളവരോട് പറയുവാൻ കടപ്പെട്ടവരല്ലേ? അതോ നമ്മൾ കേവലം ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ഉടനെ ഇതിനൊക്കെ അവന് സാധിക്കും എന്ന് പറഞ്ഞ് അവന്റെ പുറകെ അങ്ങ് നടക്കുകയാണോ? കർത്താവ് നമുക്ക് രോഗസൗഖ്യം തരും, അത് വേറെ കാര്യം. എന്നാൽ നാം മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് 3.5 വർഷമാണെങ്കിൽ യോഹന്നാൻ എത്ര വർഷം കർത്താവിന്റെ വേല ചെയ്തു? 65 കൊല്ലം കർത്താവിന്റെ വേല ചെയ്തു. പത്രോസ് അപ്പോസ്തലൻ 35 വർഷം ഈ കർത്താവിന്റെ വേല ചെയ്തു. അതിനേക്കാൾ ഏറെ ചെയ്തവർ എത്രയോ ദൈവഭക്തന്മാരുണ്ട്. കർത്താവ് മരിച്ചതിനേക്കാൾ നീചമായ മരണമേറ്റ എത്രയോ വിശുദ്ധന്മാരുണ്ട്. കർത്താവ് കൊല്ലപ്പെട്ടതിനേക്കാൾ ഗുരുതരമായ നിലയിൽ, അല്ലെ, സഹിക്കാൻ പറ്റാത്ത നിലയിൽ കൊല്ലപ്പെട്ട എത്രയോ ഭക്തന്മാരുണ്ട്. എന്നാൽ കർത്താവിന്റെ മരണവും ആ മരണവും തമ്മിൽ എന്താ വ്യത്യാസം? കർത്താവിന്റെ മരണം അതൊരു പ്രായശ്ചിത്ത മരണമാണ്. കർത്താവിന്റെ ജീവിതം മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമായിരുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാപികളുടെ രക്ഷയായിരുന്നു, ദൈവത്തോടുള്ള നിരപ്പായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ വചനം നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതല്ലേ ദൈവവചനത്തിലും പൗലോസ് പറയുന്നുണ്ടല്ലോ, തിമോത്തിയോസിനോട് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക. നീ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുക എന്നല്ല പറഞ്ഞത്, നീ വചനം പ്രസംഗിക്കുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് പിതാവായ ദൈവം തന്നിൽ വസിച്ചുകൊണ്ട് വലിയ പ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്, അല്ലേ? സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. നാം അതിനെ ധ്യാനിക്കുവാനിടയാ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞില്ല തൊട്ട് മുകളിലെ വാക്യത്തിൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ വിളക്കുകളെ പോലെ പ്രകാശിക്കണം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരണം. അപ്പോൾ ദൈവം എന്നിൽ വസിക്കുന്നു എങ്കിൽ, എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എങ്കിൽ, നമ്മിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതായ പ്രവർത്തികൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ആയിരിക്കണം.
ഈ കഴിഞ്ഞ നാളിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ താൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ അത് ദൈവം എന്നെ സഹായിച്ചു. കർത്താവ് സംസാരിച്ചതുപോലെ, കർത്താവ് ജീവിച്ചതുപോലെ, അവൻ ക്ഷമിച്ചതുപോലെ എനിക്കും ആകണമെന്നുള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. കർത്താവ് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത്? തൻ്റെ ശിഷ്യന്മാരെ ആ മാളിക മുറിയിൽ ഇരുത്തി ആ ജനത്തോട്, തൻ്റെ ശിഷ്യന്മാരോട് എന്തിനാ ഇതൊക്കെ താൻ പറഞ്ഞു കൊടുത്തത്? അവരത് മറന്നുപോയി എങ്കിൽ ഇത് രേഖപ്പെടുത്തില്ലായിരുന്നു, അല്ലേ? 65 കൊല്ലങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. ആ നീണ്ട വർഷങ്ങൾ താൻ ജീവിച്ചു എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് ഓർമ്മ കൊടുത്തു, ഇതാണ് എൻ്റെ ഗുരുവും കർത്താവുമായവൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ. ഈ ദൈവവചനത്തെ മുറുകെ പിടിക്കണം. നമുക്കും അവസാനത്തോളം മുറുകെ പിടിക്കണം. ദൈവകൃപയിൽ ആശ്രയിക്കണം. എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ മഹത്വമുള്ള പ്രവൃത്തി ഞാൻ ചെയ്യും എന്നുള്ള ഒരു സമർപ്പണം നമ്മിൽ ഉണ്ടാകണം. അവൻ എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. അവന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവാൻ കാരണമായിട്ട് തീരണം. ദൈവത്തിന്റെ ദാസൻ സാജു ജോൺ സവറൻ പറഞ്ഞൊരു ഉദാഹരണം കൂടെ ഈ നേരത്ത് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയാം. താന് തൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുകയാണ്. ആ ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അയൽവക്കത്തുനിന്ന് 2 കുട്ടികൾ വന്ന് അവിടെ പന്ത് കളിച്ചു. അപ്പോൾ പന്ത് വന്ന് ഗ്ലാസ്സെ കൊണ്ടു, ഗ്ലാസ് പൊട്ടി. ഈ സഹോദരൻ എഴുന്നേറ്റ് ചെന്നു ആ മക്കളോട് പറഞ്ഞു, മക്കളെ സാരമില്ല, ഒക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ താൻ പറയുകയാണ്, ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എൻ്റെ ഗസ്റ്റ് അവിടെ വീട്ടിലുള്ളതുകൊണ്ടാണ്. ഗസ്റ്റ് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് അതിനപ്പുറത്ത് പറയാൻ എനിക്ക് പറ്റില്ല. എന്നിട്ട് ആ ദൈവദാസൻ പറഞ്ഞു, കർത്താവ് എന്നിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വീട്ടിലുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. ആ സാന്നിധ്യം മറക്കുന്നതാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സ്ഥലം സഭകളിലും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മിൽ വസിക്കട്ടെ. അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് നാം ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികളാൽ തെളിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ.